അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിശുദ്ധ ഖുർആൻ പഠിതാക്കളെ, ഇന്നു മുതൽ നമ്മൾ പുതിയ ഒരു സൂറത്ത് പഠിക്കാൻ ആരംഭിക്കുകയാണ്. സൂറത്തുൽ മുർസലാത്ത്. വിശുദ്ധ ഖുർആനിലെ 77-ാമത്തെ സൂറത്താണ് ഈ സൂറത്ത്. ഒരുപാട് സവിശേഷതകളുള്ള, പ്രാധാന്യമുള്ള ഒരു സൂറത്താണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ നമുക്ക് ഈ സൂറത്ത് പഠിച്ചു തുടങ്ങാം. അപ്പോൾ വിശദമായി ഈ ഭാഗം കേൾക്കുകയും അതുപോലെ തന്നെ അതിൽ നിന്ന് നമുക്ക് ഓർത്തിരിക്കാനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒരു നോട്ട് പുസ്തകത്തിൽ എഴുതി വെക്കുകയും ചെയ്തുകൊണ്ടുള്ള ഒരു ഖുർആൻ പഠന രീതിയായിരിക്കണം നിങ്ങൾ അവലംബിക്കേണ്ടത്. അതോടൊപ്പം തന്നെ ഓരോ ക്ലാസ്സിൽ എടുക്കുന്ന ഭാഗവും കൃത്യമായി മനഃപ്പാഠമാക്കുകയും ചെയ്യാം. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഈ സൂറത്ത് തീരുമ്പോഴേക്ക് 50 ആയത്തുകളുള്ള ഈ സൂറത്ത് നമുക്ക് കാണാതെ പഠിക്കാവുന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാർ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والمرسلات عرفا فالعاصفات عصفا والناشرات نشرا. ക്ലാസ്സിൽ നമ്മുടെ സൂറത്തുൽ ഇൻസാൻ പൂർത്തീകരിച്ചു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ ശേഷമുള്ള സൂറത്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ഖുർആനിലെ തർത്തീബ് അനുസരിച്ച് 77-ാമത്തെ സൂറത്താണിത്. മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവർ എന്നാണ് ഒരർത്ഥം. അയക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥത്തിലും പറയാം. അതായത് മനുഷ്യനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണെങ്കിൽ നമ്മൾ അയക്കപ്പെടുന്നവർ എന്ന് പറയും. ഈ സൂറത്ത് മക്കയിൽ അവതരിച്ചാണ്. വചനം 50. അപ്പോൾ നമ്മൾ ഈ സൂറത്ത് പഠിച്ചു കഴിഞ്ഞാൽ 50 ആയത്തുള്ള ഒരു സൂറത്താണ് നമ്മൾ പഠിക്കുന്നത്. ഈ സൂറത്ത് നമ്മൾ പഠിക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. 181 അറബി വാക്കുകൾ നമ്മൾ പഠിക്കും. ഒരു 181 വാക്കുകൾ നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് മഹാസംഭവമാണ്. കുറച്ചൊരു ഗൗരവത്തിൽ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഗുണങ്ങൾ നമുക്ക്, കാരണം നമ്മൾ ഈ 181 വാക്കുകളെ അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ നമ്മൾ ഒരു വാക്കിൻ്റെ തന്നെ 5 രൂപങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട്. മനസ്സിലായിക്കണോ? പിന്നെ സ്ഥിരമായി വരുന്ന ചില വാക്കുകളെ നമ്മൾ അങ്ങനെ പഠിക്കാത്തുള്ളൂ. എന്നാലും അത് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കുക. അപ്പോൾ ചെറിയ ഒരു ശ്രദ്ധയിൽ ഇരിക്കുക. നമ്മുടെ എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഖുർആൻ ക്ലാസ്സും ഉണ്ട്. അപ്പോൾ പരിപാടികളൊക്കെ ഭംഗിയായിട്ട് നടക്കും. ഖുർആൻ ക്ലാസ് ഒരു ഭാഗത്തുമായിട്ടുണ്ടാകും. അപ്പോൾ ആ രൂപം ഉണ്ടാകാതെ ഒരു ഏറ്റവും ചുരുങ്ങിയത് ഒരു തുല്യ പരിഗണനെങ്കിലും കൊടുക്കുക. ശരി, 181 വാക്കുകൾ പഠിക്കും. 816 അക്ഷരങ്ങളാണ് ഈ സൂറത്ത് നമ്മൾ ഒരു പ്രാവശ്യം ഓതുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അറബിയിൽ എത്ര അക്ഷരങ്ങളാണ് ഉള്ളത് നമുക്കറിയാം അല്ലേ? 28 അക്ഷരങ്ങളാണ്. അപ്പോൾ പിന്നെ എങ്ങനെ 816 ആയി? അപ്പോൾ അക്ഷരങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും എന്നുള്ള ഉറപ്പാണ്. അതേപോലെ തന്നെയാണ് 181 വാക്കുകൾ എന്ന് പറഞ്ഞാൽ പുതിയ 181 വാക്കുകളിൽ നമ്മളെ സംസാരത്തിൽ പറഞ്ഞ പോലെ തന്നെ ചില വാക്കുകൾ റിപ്പീറ്റ് ചെയ്ത് വരികയും ചെയ്യും. ഇത്രയും നിങ്ങൾ ആമുഖമായിട്ട് ഈ സൂറത്തിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വെക്കുക. വൽ മുർസലാത്തി ഉർഫ. വൽ മുർസലാത്തി ഉർഫ. ഈ ആയത്ത് നമുക്ക് പഠിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഉള്ള ഈ കുട്ടികളൊക്കെ പാടുന്ന പാട്ടൊക്കെ കണ്ടില്ലേ നിങ്ങൾ? അതൊക്കെ കേൾക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. നല്ല പാടല് ആ പാട്ടൊക്കെ ഒന്ന് പാടി വെക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാവ് പോയും. അതിൽ നല്ല പറഞ്ഞ് ഇങ്ങനെ ചമച്ച് നിന്നണായി. അപ്പോ ഇത് വളരെ സിമ്പിൾ. വൽ മുർസലാത്തി ഉർഫ. എന്താണ് വൽ മുർസലാത്തി ഉർഫ എന്ന് പറയുമ്പോൾ? മുർസലാത്ത് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു. ഇനി അതിനൊന്നും കൂടെ നമ്മൾ വിശദമായിട്ട് ഇവിടെ പഠിക്കുകയും ചെയ്യും. മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവ എന്നാണ്, അല്ലെങ്കിൽ വിട്ടയക്കപ്പെടുന്നവ എന്നൊക്കെ പറയാം. വാവിന്റെ അർത്ഥം സത്യം എന്നുള്ളതാണ്. സത്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന വാവുൽ ഖസം എന്നാണ് അറബിയിൽ അതിന് പറയാം. അപ്പൊ വൽ മുർസലാത്ത് എന്ന് പറഞ്ഞാൽ അയക്കപ്പെടുന്നവ തന്നെയാണ്. ആണാണ് സത്യം.
വൽ മുർസല. അപ്പൊ മുർസലാത്ത് നമുക്ക് പഠിക്കണം, എങ്ങനെയാണ് മുർസലാത്ത് ആയത്. അപ്പോ അർസല കൊടുത്ത് കണ്ടില്ല നിങ്ങൾ, അർസല എന്ന് പറഞ്ഞാൽ അയച്ചു. അപ്പൊ പഠിച്ചിരിക്കുക അർസല. യുർസിലു അയക്കും. അപ്പോ അർസല എന്ന് പറഞ്ഞാൽ അയച്ചു എന്നാണ് അല്ലെ, ഖലാസ് കഴിഞ്ഞു പോയതാണ്. അപ്പൊ മാലി എന്നാണ് പറയാം. അതിന്റെ മുളാരി ആണ് അയക്കും, യുർസിലു എന്ന് പറഞ്ഞാൽ. ഇർസാൽ എന്ന് പറഞ്ഞാൽ അയക്കൽ. അയക്കുന്ന ആൾക്ക് ഫഹുവ മുർസിൽ, അയക്കുന്നവൻ, ഇസ്മു ഫായിൽ എന്ന് പറയും. വൽ മഫ്ഊൽ മുർസൽ, അയക്കപ്പെടുന്നത്. അപ്പൊ നോക്കിയാൽ നമ്മൾ ഒരു പദത്തിന്റെ 5 രൂപങ്ങൾ ഇങ്ങനെ പഠിച്ചു. നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ കുറേ കാലം പഠിക്കുമ്പോൾ ഇങ്ങനെ ശീലാവുന്നത്. അർസല, യുർസിലു, ഇർസാൽ, ഫഹുവ മുർസിൽ, വ മുർസൽ അങ്ങനെ പറഞ്ഞ് പഠിക്കാം. ഇനിയുണ്ട് കേട്ടോ, അപ്പുറത്ത് ഉണ്ട്, നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് പഠിക്കാം നമുക്ക്. അപ്പൊ ഇപ്പൊ നമ്മളിത് ഇങ്ങനെ പറഞ്ഞ് ശീലിക്കുക. ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ഇടങ്ങാറ്, അങ്ങനെ ഇറങ്ങാറില്ല. നമ്മൾ നിരന്തരമായിട്ട് ഇങ്ങനെ പറയും അല്ലെ. ഇങ്ങനെ കുറച്ചെങ്ങനെ കണ്ട് ശീലായി കഴിഞ്ഞാൽ അവന് പണ്ട് ഗൾഫക്ക് പറഞ്ഞയച്ചമാര് പറഞ്ഞില്ല, 6 മാസം ഇങ്ങനെ തെണ്ടേണ്ടി വരും പിന്നെയെന്ന് വെച്ചു, പിന്നെ ശീലാവുന്നതാണ്. അതേപോലെ കുറച്ചു കാലങ്ങൾ ഇങ്ങനെ ഒന്ന് തെണ്ടിയാൽ മതി, പിന്നെ ഇങ്ങനെ ശീലായിക്കൊള്ളും. ഉർഫ് എന്ന് പറഞ്ഞാൽ പതിവായി, തുടർച്ചയായി, നന്മയായി എന്നൊക്കെ അർത്ഥമുണ്ട്. അപ്പൊ ഒരുപാട് ഉർഫ് എന്നുള്ള പദം നിങ്ങൾ ശ്രദ്ധിക്കും. മഅറൂഫ് അല്ലെ, അറഫ, അങ്ങൊക്കെ ബന്ധങ്ങൾ ഉള്ളതാണ്. ഉർഫൻ എന്ന് പറഞ്ഞാൽ ബിൽ മഅറൂഫ് ഔ മുതതാബിഅ. അപ്പൊ എന്തായി, വൽ മുർസലാത്തി ഉർഫ എന്ന് പറഞ്ഞാൽ പതിവായി അല്ലെങ്കിൽ തുടർച്ചയായി. അത് രണ്ടും ആയിട്ടോ, രണ്ടൊരു അർത്ഥം തന്നെയാണ്, ഒരേ വാക്കാണ്, അതിന് 2 വാക്കില്ല. അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം, അല്ലെങ്കിൽ തന്നെയാണ്, അത്ര പറഞ്ഞാൽ മതി, അല്ലെങ്കിൽ ആണ് സത്യം. മനസ്സിലായോ നിങ്ങൾക്ക്? വൽ മുർസലാത്തി ഉർഫ, പതിവായി അല്ലെങ്കിൽ പതിവായി അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം. വൽ മുർസലാത്തി ഉർഫ. അപ്പൊ നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലായി. എന്താ ഈ പതിവായിട്ട് അയക്കപ്പെടുന്നവ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ എന്താണ് വൽ മുർസലാത്തി ഉർഫ? അപ്പൊ നമ്മൾ എന്താണ് ഈ മുർസലാത്തി ഉർഫ എങ്ങനെയാണ് നമ്മൾ പഠിക്കുക? അപ്പോ ഖുർആനിന് നമ്മൾ തഫ്സീർ പറയുക ഖുർആൻ കൊണ്ടായി. അപ്പൊ ഈ വൽ മുർസലാത്തും ഉർഫയൊക്കെ ഈ പദങ്ങള് വേറെയും സ്ഥലത്ത് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഖുർആനിനെ ഖുർആൻ കൊണ്ട് തഫ്സീർ ചെയ്യും. വൽ മുർസലാത്തി ഉർഫ. അപ്പൊ നമ്മൾ തഫ്സീറിലേക്ക് പോവാണ്. അന്നഹാ നസലത് ജുംലതൻ വാഹിദ. എന്താണ് പറഞ്ഞത്? എന്തേലും മനസ്സിലായോ നിങ്ങൾക്ക്? ഞാൻ അർത്ഥം പറയും വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കണ്ട. മൂപ്പര് പറഞ്ഞു, മൂപ്പര് അർത്ഥം പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ കേൾക്കാം. അതിനൊന്ന് നോക്കിയാ, അന്നഹാ നസലത്, ഈ സൂറത്ത് ഇറങ്ങിയിട്ടുള്ളത് ജുംലതൻ വാഹിദ, ഒറ്റടിക്കാണ്. ജുംല വാഹിദായിട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ സൂറത്തും അങ്ങനെയല്ല എന്നർത്ഥം. മനസ്സിലായില്ലേ? ഘട്ടം ഘട്ടമായിട്ടാണ് ചില സൂറത്തുകൾ. ഒരു സൂറത്ത് ഇറങ്ങി വേറെ സൂറത്ത് ഇറങ്ങിയതിനു ശേഷം ഈ സൂറത്തിന്റെ ബാക്കി ഇറങ്ങിയതോ, അങ്ങനെയൊക്കെ പല കോലത്തിലുള്ളത്. അപ്പൊ ഈ സൂറത്ത് അങ്ങനല്ല, ആദ്യം മുതൽ അവസാനം വരെ അങ്ങനെ ഇറങ്ങി. കുന്നാ മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഗാരിൻ ഫനസലത് അലൈഹി വൽ മുർസലാത്ത് ഫഅഖദ്തുഹാ മിൻ ഫീഹി വഇന്ന ഫാഹു ലറത്ബുൻ ബിഹാ ഫലാ അദ്രി ബിഅയ്യിഹാ ഖതം ഫബിഅയ്യി ഹദീസിൻ ബഅദഹു യുഅ്മിനൂൻ വഇദാ ഖീല ലഹും ഇർഖഉ ലാ യർഖഉ. പറഞ്ഞു മനസ്സിലായോ നിങ്ങൾക്ക്? ഞങ്ങൾ നബിയുടെ കൂടെ ഒരു വാറിൽ അല്ലെ, ഒരു ഗുഹ എന്നൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു സ്ഥലത്ത്, ഒരു ഗുഹാമുഖത്ത് അവിടെ എന്തെങ്കിലും ഇങ്ങനെ പോയി അവരിയ്ക്കായിരിക്കും. ഇറാ ഗുഹയിലല്ല ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോ ഈ സൂറത്ത് ഇറങ്ങി. ഫഅഖദ്തുഹാ മിൻ ഫീഹി എന്നാണ്. ഞാൻ അത് അദ്ദേഹത്തിന്റെ ഫീഹി എന്ന് പറഞ്ഞാൽ വായിൽ നിന്നാണ്. ഫാഹു ഫീഹി എന്ന് പറഞ്ഞാൽ വായിൽ നിന്ന് ഇങ്ങനെ നേരിട്ട് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനെ എടുത്തു. അതായത് പിന്നെ എങ്ങനെ തുടങ്ങി, ആദ്യം മുതൽ തുടങ്ങി അവസാനം വരെ വഇന്ന ഫാഹു ലറത്ബുൻ ബിഹാ എന്നാണ്. അതുകൊണ്ട് ഇങ്ങനെ ആ പിന്നെ ആ സൂറത്ത് ഓതിക്കൊണ്ട് ആദ്യം മുതൽ അവസാനം വരെ ഓതിയിട്ട് ഇങ്ങനെ തൊള്ളിയിലെ വെള്ളം പറ്റുകയെന്ന് പറയില്ല നമ്മള്, ആ നിലക്ക് ഇങ്ങനെ തന്നെ റത്തുബായിട്ടു തുടങ്ങിപ്പോയി. ഫല അദിരി ബി അയ്ഹി മാ ഖതഫ ബി അയ്യി ഹദീസിൻ ബഅദഹു യുമിനു വഇദാ ഖീല ലഹും ഇർഖഉ ലാ യർഖഊൻ. ഏതവരെയാണോ എനിക്ക് അറിഞ്ഞൂടാ. നബി അതുവരെ ഒന്നെങ്കിൽ ഫബി അയ്യി ഹദീസിൻ ബഅദഹു യുമിനു, അല്ലെങ്കിൽ അതുവരെ എങ്ങനെ തുടർച്ചയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ഓതി എന്നാണ്. വേറൊരു സവിശേഷത, സ്വല്ലാ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ആഖിരി സ്വലാത്തിൻ സ്വല്ലാഹാ ബിന്നാസി ഇമാമ. എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനങ്ങളെ ഇമാമായിട്ട് നിസ്കരിച്ച അവസാനത്തെ നിസ്കാരം ഉണ്ടല്ലോ, ആ നിസ്കാരത്തിൽ ഈ സൂറത്താണ് ഓതിയത്.
അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കണത് ഈ അവസാനത്തിൽ എങ്ങനെയാണ് വന്നത്? നബി അല്ലെ രണ്ടാളെ തോളില് പിന്നെ കയ്യില് തോളില് നബിയുടെ തോള് വെച്ച് നിൽക്കാൻ വയ്യാതെ വന്ന് അവിടെ ഇരുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാറിക്കൊടുത്ത് നബി അങ്ങോട്ട് അങ്ങനെയൊക്കെ ആ സംഭവങ്ങൾ പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അത്രയും പ്രയാസപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഏതാ ഓതേണ്ടത്? ഇതിനകത്ത് കൗസറും കുലും അല്ലാഹു അല്ലേ ഓതേണ്ടത് ശരിക്കും അല്ലേ? അപ്പോ നബി സല്ലല്ലാഹു അലൈഹി അതും മഗ്‌രിബിനാണ്. അപ്പൊ അതും പഠിച്ചു വെക്കുക. നബി അവസാനമായിട്ട് ജമാഅത്തായിട്ട് നിസ്കരിച്ച നിസ്കാരം ഏതാണെന്ന് കിട്ടും അല്ലേ? സ്വല്ലാ ബിഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി ആഖിരി സ്വലാത്തിൻ സ്വല്ലാഹ ബിന്നാസി ഇമാമൻ. ഇമാമായിക്കൊണ്ട് അവസാനമായിട്ട് നിസ്കരിച്ചത് ഇതാണ്. വഖദ് തഖദ്ദമ ഹദീസ് ഉമ്മുൽ ഫളിൽ ബിൻതുൽ ഹാരിത്ത് വസമാഇഹാ ലിനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഖ്റഉ ബി സൂറത്തിൽ മുർസലാത്ത്. ഇതാണ് നബിയിൽ നിന്ന് അവസാനമായിട്ട് കേട്ടത് ഫി സ്വലാത്തിൽ മഗ്രിബ്. എന്നിട്ട് വഫീഹി ഖാല സുമ്മ സ്വല്ലാ ലനാ ബഅദഹ ഹത്താ ഖബലഹുല്ലാഹ്. പിന്നെ നബി ഞങ്ങൾക്ക് വേണ്ടി ഇമാമായിട്ട് നിസ്കരിച്ചിട്ടില്ല. മനസ്സിലായില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനമായിട്ട് നിസ്കരിച്ച നിസ്കാരം മഗ്രിബാണെന്ന് കിട്ടി. ഈ സൂറത്താണ് പ്രവാചകർ അതിൽ ഓതിയിരുന്നത് എന്ന് നമുക്ക് കിട്ടി. ഇനി നമ്മൾ അതിന്റെ തഫ്സീറിലേക്ക് പോകുമ്പോൾ വൽ മുർസലാത്തി ഉർഫ. എന്താണ് ഈ മുർസലാത്ത് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? അപ്പൊ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കാണാം. കാരണം എന്താന്ന് ചോദിച്ചാല് നമ്മൾ പറഞ്ഞല്ലോ ഖുർആനില് മുർസൽ എന്നുള്ളതിന് എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അപ്പൊ അതൊക്കെ ഇവിടെ ഉദ്ദേശിക്കാം എന്നുള്ള നിലക്കാണ് ആ തഫ്സീർ. അപ്പൊ വൽ മുറാദു ബിൽ മുർസലാത്ത് അല്ലെ, മുറാദ് ഒക്കെ അറിയണം. മുർസലാത്ത് എന്നതുകൊണ്ടുള്ള ഉദ്ദേശം ഒന്ന് റിയാഹ്, റിയാഹ് കാറ്റ്. അപ്പൊ നമ്മൾ വേറെ അറബി വാക്കുകൾ പഠിക്കാണ്. നമ്മൾ ഈ പറഞ്ഞ എണ്ണം മാത്രമല്ല അല്ലെ. റിയാഹ് റിയഹ് എന്നതിന്റെ ജമ്മാണ് റിയാഹ്, കാറ്റാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. മലായിക്കത്താണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. അംബിയ ആണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. ഉർഫ് എന്ന് പറഞ്ഞാൽ അത്തതാബു ആണ്. എന്താണ്? കാറ്റാണെന്ന് മാത്രമല്ല കേട്ടോ പറഞ്ഞത്, മലക്കുകളാണ് അംബിയാക്കളാണ് എന്നൊക്കെ അർത്ഥം പറയുന്നത്. ഉർഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തതാബ്. എന്താ തതാബ് എന്ന് പറഞ്ഞാല്? തുടർച്ചയായിട്ട് വരിക. അപ്പൊ വൽ മുർസലാത്തി ഉർഫ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉഖ്സിമു ബിർരീഹ് അല്ലതി തുർസലു മുതതാബിഅതൻ. നേരത്തെ പറഞ്ഞതൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കാമെങ്കിലും ഈ സൂറത്തിന്റെ ബാക്കി വരുന്ന ആയത്തുകൾ, ആ ആയത്തുകളൊക്കെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല കാറ്റുകളെ കൊണ്ട് സത്യം ചെയ്തു പറയുന്നു. എങ്ങനെയുള്ള കാറ്റ്? മുതതാബിഅതായിട്ട്. ഫയതുബഉ ബഅദുഹാ ബഅദൻ വതഹുബ്ബു ശൈഅൻ ഫശൈഅൻ. അതായത് പിന്നെ തുടർച്ചയായിട്ട് വന്നിട്ട് ആഞ്ഞു വീശുക. അപ്പൊ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അർത്ഥം കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ സൂറത്ത് അൽ ഹിജറില് വ അർസൽന റിയാഹ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട് അല്ലെ. അതുപോലെ തന്നെ സൂറത്തുൽ അറാഫില് വഹുവല്ലദീ അർസല റിയാഹ, അവിടൊക്കെ റിയാഹ് റിയാഹ് എന്ന് പ്രയോഗിച്ചു. അത് വെച്ചിട്ടും ശേഷം വരുന്ന ആയത്തുകളെ ഒക്കെ നോക്കിയിട്ടും ആണ് നമ്മൾ ഈ പറഞ്ഞതൊക്കെ അതുകൊണ്ട് ഉദ്ദേശിക്കാമെങ്കിലും ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് റിയാഹ് കാറ്റ് എന്നുള്ള അർത്ഥത്തിലാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഇനി മറ്റേ അർത്ഥങ്ങളും വരാൻ സാധ്യതയുണ്ട്, അതും നമ്മൾ വിശദീകരിക്കുകയും ചെയ്യും. ഇനി നമുക്ക് പഠിക്കാനുള്ള സംഗതി ഈ സൂറത്ത് ഓതുമ്പോൾ നമ്മൾ എങ്ങനെ ഓതണം. നമ്മൾ ആലോചിച്ച് നോക്കി എങ്ങനെ ഓതണം. വൽ മുർസലാത്തി ഉർഫ. അപ്പൊ ഇതിൽ നിയമങ്ങളൊന്നും പ്രത്യേകിച്ച് വരുന്നില്ല. നല്ല വൃത്തിയായി ഭംഗിയായി ഓതി പഠിച്ചാൽ